Hi friends, അപ്പോൾ എല്ലാവർക്കും R4K വ്ളോഗിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ജസ്റ്റ് ഒരു വാല്യൂ സെറ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഡീറ്റെയിൽസ് തെർമോസ്റ്റാറ്റിന്റെ വാല്യൂ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു ഇൻക്യുബേറ്ററിന്റെ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സപ്പോർട്ട് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ വീഡിയോ വളരെ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ഞാൻ വീഡിയോ വേറൊരു വീഡിയോയിൽ മാറ്റി ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഒന്ന് എങ്ങനെ നമുക്ക് ആ തെർമോസ്റ്റാറ്റ് ഡീറ്റെയിൽസ് തെർമോസ്റ്റാറ്റിന്റെ വാല്യൂസ് എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വേറൊരു കാര്യം മറന്നുകൊണ്ട, നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്, അതുപോലെ എൻ്റെ വീഡിയോസ് കണ്ട ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യാതെ ഷെയറും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരു സാധനം പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ തെർമോമീറ്റർ പറയുന്നത്. തെർമോമീറ്റർ ഇതിൻ്റെ ഉപയോഗം എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മളെ ചൂടിനെ സെൻസ് ചെയ്തുകൊണ്ട് ബൾബിനെ ഓൺ ഓഫ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വാല്യൂസ് ഇവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ വാല്യൂസ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കണക്ഷൻ, അതായത് ഒരു 12 വോൾട്ട് ചാർജ് കൊടുക്കണം. അതായത് 12 വോൾട്ടിൻ്റെ ചാർജ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ +12V എന്ന് എഴുതിയ കാണിക്കും. ഇവിടെ 12 വോൾട്ടിൻ്റെ പ്ലസും ഇവിടെ ഗ്രൗണ്ടും കൊടുക്കുക. അത് നമ്മൾ സാധാരണ 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങി കിട്ടും, അങ്ങനത്തെ കൊടുത്താൽ മതി. അല്ലെങ്കിൽ പല ഇതിൽ 12 വോൾട്ട്, അതായത് 260 12 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്ന അഡാപ്റ്റർ ഉണ്ടാവും, അത് വാങ്ങി കണക്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഞാനതിന് ഉപയോഗിച്ചിരിക്കുന്ന സാധാരണ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ അഡാപ്റ്ററിന് ഒരു ഫീമെയിൽ പോർട്ടായിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചൂട് സെൻസ് ചെയ്യുന്ന ഭാഗം വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്ന് നോക്കാം. എങ്ങനെ ഇതിനകത്ത് കുറച്ച് വാല്യൂസിനെ സെറ്റ് ചെയ്യാണ്ട് ആ വാല്യൂ സെറ്റ് ചെയ്താൽ നമ്മൾ ആവശ്യമുള്ള രീതിയിൽ ഇത് വർക്ക് ചെയ്യുള്ളൂ. അതായത് ഒരു ടെമ്പറേച്ചർ ആകുമ്പോൾ ബൾബ് ഓഫ് ആവും, പിന്നെ ആ ടെമ്പറേച്ചർ കുറഞ്ഞു വരുമ്പോൾ ബൾബ് വീണ്ടും ഓൺ ആവും. അതാണ് ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ വാല്യൂ സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ബോർഡിൽ കാണാം 33 ഓൺ ആക്കി കഴിഞ്ഞാൽ 33.4 ആണ്. അതായത് 12 വോൾട്ട് പവർ കൊടുത്താൽ 33.4 എന്ന് കാണാം. കാരണം വെച്ചാൽ അത് നമ്മൾ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടെ സെൻസ് ചെയ്യാണ്, എത്ര ടെമ്പറേച്ചർ ഉണ്ടെന്ന് സെൻസ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ 33.4 കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ബട്ടൺ നിങ്ങൾക്ക് കാണാം: സെറ്റ്, പ്ലസ്, മൈനസ്. ഇത് സെറ്റ് ചെയ്യുന്ന ബട്ടൺ, അതാണ് അതിലാണ് ഫുൾ സെറ്റിങ്സ് വരുന്നത്. പ്ലസും മൈനസും നമുക്ക് കൂട്ടാനും കുറയ്ക്കാനുള്ള ബട്ടണാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് പ്ലസ് നോക്കാം. സെറ്റ് പ്രസ് ചെയ്ത് നോക്കിയാൽ നമുക്കിങ്ങനെ ബ്ലിങ്ക് തണിക്കും 37.5. ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്തുകൊണ്ടാണ്, ഞാൻ ആദ്യം ചെന്ന് ചെക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ വാല്യൂ നിങ്ങളുടെ ബോർഡിൽ ഇങ്ങനെ ആയിരിക്കില്ല, ജസ്റ്റ് വാല്യൂസൊക്കെ മാറി ഉണ്ടാവുക. ഈ 37.5 നമുക്ക് ഈ ഫസ്റ്റ് ബ്ലിങ്ക് ചെയ്യുന്ന വാല്യൂ 37.5 സെറ്റ് ചെയ്യണം. അതായത് 37.5 ആകുമ്പോൾ ബൾബ് ഓഫ് ആവണം. അതെന്താണെന്ന് വെച്ചാൽ 37.5 ഒരു തള്ളക്കോഴിയുടെ അട വെക്കുമ്പോൾ അത് മുട്ടയ്ക്ക് ലഭിക്കേണ്ട ടെമ്പറേച്ചർ 37.5 മാക്സിമം കിട്ടുന്നത്. അപ്പോൾ 37.5 അത് കോഴിമുട്ട വിരിയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ അതിനാണ് 37.5 സെറ്റ് ചെയ്തത്. ബൾബ് ഓഫ് ആവുന്ന ടെമ്പറേച്ചറാണ് അത് സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മളത് ഓക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമുക്കത് കൂട്ടണമെങ്കിൽ അതൊന്ന് ലോങ് പ്രസ് ചെയ്ത് പിടിക്കാം. അപ്പം വേറെ ഒരു 7 സെറ്റിങ്സ് വരാണ്ട്. ലോങ് പ്രസ് ചെയ്യുമ്പോൾ P0 ആണ്. ഈ P0, P1, P2, P3, P4, P5, P6, അതായത് 7 സെറ്റിങ്സ് ചെയ്യാണ്ട്. അപ്പോൾ ഈ 7 സെറ്റിങ്സിൽ നമുക്ക് ഓരോ വാല്യൂസ് കൊടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ P0 അവിടെ സെറ്റ് ആകാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇവിടെ Hഉം കാണാം, അതുപോലെ തന്നെ Cയും കാണാം. ഈ C എന്ന് പറഞ്ഞാൽ കൂളും, H എന്ന് പറഞ്ഞാൽ ഹോട്ട്. അപ്പോൾ നമുക്കിവിടെ ആവശ്യം ടെമ്പറേച്ചർ, ഹോട്ട് ടെമ്പറേച്ചറാണ് ഇതാക്കേണ്ടത്, സെൻസ് ചെയ്യണം. അപ്പോൾ നമ്മൾ Hലിട്ട് സെറ്റ് ചെയ്യുക, ഓക്കെ കൊടുത്തു. പിന്നെ P1ലേക്ക് പോകാം. അടുത്ത ഓപ്ഷൻ P1ലേക്ക് പ്ലസ് അടിക്കുമ്പോൾ അടുത്ത P1ലേക്ക് പോകാം. നമ്മൾ P1 0.2 സെലക്ട് ചെയ്യുക. 0.2 സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതും സെറ്റ് കൊടുക്കുക. അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചോണ്ട് നിങ്ങളുടെ ബോർഡിൽ വ്യത്യാസം ഉണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം P2ലേക്ക് പോയിട്ടുണ്ട്. P2ൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 39. ഈ P2 എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം എത്ര ടെമ്പറേച്ചർ വരെ ഈ ബോർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്ക് 37.5 വരെ ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ 39 40 സെറ്റ് ചെയ്യാനും പ്രശ്നമില്ല. അപ്പോൾ 37.5 നമ്മൾ ബൾബ് ഓഫ് ആവും. അപ്പോൾ നമ്മൾ 39, ഞാനിപ്പോൾ 39 സെറ്റ് ചെയ്യാണ്. അതുപോലെ P3ലേക്ക് പോവുക. P3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 34 സെറ്റ് ചെയ്തത്. അപ്പോൾ 34, P3 34 സെറ്റ് ചെയ്യുക. അത് P4 എന്ന് പറയുന്നത് 0 ആണ്. അത് 0 തന്നെ ചേഞ്ച് ചെയ്യേണ്ട, വാല്യൂസും ചേഞ്ച് ചെയ്യേണ്ട. അത് നിങ്ങൾ ചിലപ്പം വ്യത്യാസം ഉണ്ടാവും, വാല്യൂ ഒക്കെ ഇങ്ങനെ തന്നെ ചേഞ്ച് ചെയ്യണം. ബോർഡിൽ ഞാൻ ഓണാക്കുന്ന സമയത്ത് P4 10 ആയിരുന്നുള്ളത്, അപ്പം 0.5 ആയിരുന്നുള്ളൂ. അപ്പോൾ മാറ്റിയിട്ട് 0 അയക്കാം. അപ്പോൾ നമ്മൾ ഞെക്കി പിടിച്ചപ്പോൾ പോയി അപ്പോൾ P0 എത്തിയിട്ടുണ്ട്. P3 നമ്മൾ P4 ആയിരുന്നു, P4 0 ഉണ്ട്. P5ഉം അതുപോലെ 0 ഇട്ടേക്കുക. അതിലൊക്കെ വാല്യൂ ചേഞ്ച് ഉണ്ടാവും. ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യണം, കറക്റ്റ് സെറ്റ് ചെയ്യണം. ഈ സെറ്റിങ്സിലെ വർക്ക് ചെയ്യുള്ളൂ, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ P6 ഓഫിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ അത് വർക്ക് ഉപയോഗിക്കണം എന്നുള്ളതാണ് ഓഫ് ഉപയോഗിക്കുന്നത്. ഓഫ് തന്നെ കിടന്നോട്ടെ, ഒന്നും ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ സെറ്റിങ്സ്. നമ്മളെ ഈ സെറ്റിങ്സ് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് റീസെറ്റ് ആയിക്കോളും. ഈ P0 എന്നുള്ള ഓട്ടോമാറ്റിക് റീസെറ്റ് ആയി നമുക്കിപ്പോൾ ടെമ്പറേച്ചർ കാണിക്കും. അപ്പോൾ ഇത്രയേ നമ്മളെ സെറ്റിങ്സ് ഉള്ളൂ.